ഇവനൊന്ന് ഇവിടുത്തെ പണി കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇങ്ങനെ കാണിച്ചു കേട്ടോ. ആ മനൊക്കെ ഞാൻ കാണിച്ചു കൊടുക്കാം. ഇവിടെ എന്ത് പണിയെടുക്കുമ്പോഴും ഗ്ലൗസ്, തൊപ്പി കാര്യങ്ങളെല്ലാം ഇടുക. നമ്മളെ മാനേജർ ഒരു മുരടനാണ്. പണിയേട്ടാ ഇവിടെ ലീവെല്ലാം കിട്ടും. ഇനിയിപ്പോ വന്ന് കേറിയിട്ടല്ലേ ഉള്ളൂ. ഈ മാനേജറൊക്കെ ചോദിച്ചാൽ മതി, ഇപ്പൊ കിട്ടുന്നത് ലീവ്. നീ എന്താ ചെയ്യുന്നത്? എന്നോട് പറഞ്ഞില്ലേ പച്ചക്കറി കെട്ടിയവൻ ഗ്ലൗസ് ഇട്ട് ചെയ്യണം എന്നുള്ളത്? അവിടെ നവാസ് എന്നോട് പറഞ്ഞില്ല അവനോട് പറഞ്ഞു കൊടുക്കണം എന്നുള്ളത് ഗ്ലൗസ് ഇട്ട് ചെയ്യാൻ വേണ്ടിട്ട്. അവനോട് ഞാൻ പറഞ്ഞു കൊടുത്തതാ. എനിക്ക് പറയുന്ന പോലെ കേട്ടോട് നിൽക്കാൻ പറ്റിയെങ്കിൽ നിന്നോ, അല്ലെങ്കിൽ പോയിക്കോ. ഒന്നുമില്ല ചെറുക്കാം. അതൊന്നും കാര്യാക്കണോ, ഓല അങ്ങനെ തന്നെയാണോ? എല്ലാം ശരിയാവും. തിന്നുന്ന കാര്യത്തിൽ യാതൊരു മറയുമില്ല. എന്താ പറഞ്ഞാലാണ് മറക്കുക. ഇല്ല നവാസ്കാർ, പറ്റുമെന്ന് തോന്നില്ല. ഞാൻ പോണ. ഹലോ അമ്മേ, എനിക്കിവിടെ നിൽക്കാനാവുന്നില്ല അമ്മേ. ഞാൻ തിരിച്ചങ്ങോട്ട് വന്നോട്ടെ പ്ലീസ്. എനിക്ക് ഇവിടെ പറ്റുന്നില്ല. എനിക്ക് നമ്മളെ അവസ്ഥയിൽ അറിയുന്നതല്ലേ. പറ്റുമെങ്കിൽ നീ ഒന്ന് പിടിച്ച് എനിക്ക്. ആവുന്നില്ലെങ്കിൽ മോർണിംഗ് വന്നു നോക്കട്ടെ അമ്മ. എന്നാലേ ഞാൻ ഇവിടെ നിൽക്കാൻ നോക്കാം. ഈ വിഷമിക്കല്ലടാ, നമുക്ക് ശരിയാക്കാം. എന്താണ് വാസ പ്രശ്നം? ഒന്നുമില്ല ബഷീർക്ക, ഓ നാട്ടിൽ പോണെന്നെല്ലാം പറയും. മോനെ അശ്വിനെ, നാട്ടിൽ നിന്ന് കയറുമ്പോൾ 4-5 കൊല്ലം നിന്ന് മതിയാക്കി പോകണം വിചാരിച്ചാണ്. ഇപ്പം കൊല്ലം 28ആയി. ഇതൊക്കെ തന്നെയാണ് ഇവിടുത്തെ അവസ്ഥ. ഇതാണ് പ്രവാസം.